ഈ വരവിൻ്റെ ഉദ്ദേശം വേറൊന്നുമില്ല, നമുക്കൊരു ചെറിയ പണി കൊടുക്കാനായിട്ടാണ്. നമുക്ക് കൊടുക്കുമ്പോൾ ഒരു കനത്തിൽ കൊടുക്കണമല്ലോ. അപ്പോൾ ഞാനും മേമയും കൂടി ഈ താള് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് താള് എന്നാണ്. പിന്നെ നിങ്ങളവിടെ എന്താ പറയുകയെന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളിതൊക്കെ പൊട്ടിച്ചിട്ട് വീട്ടിലോട്ട് തന്നെ പോയിട്ടുണ്ട്. അങ്ങനെ തിരിച്ചെത്തിയപ്പോഴേക്കും പാത്ത് ഒരു ഡോളും കൈ പിടിച്ച് കുളക്കരയിലുണ്ട്. അവൾ ആ ഡോളിനെ നീന്തം പഠിപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു. ഏതായാലും ഞങ്ങൾ കറക്റ്റ് ടൈമിൽ വന്നതുകൊണ്ട് ആ ഡോള് രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മൾ താളും വീട്ടിലെത്തി നമ്മൾ കട്ടിങ് ആരംഭിച്ചിട്ടോ. ഈ കട്ടിങ്ങൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ, കയ്യും കെട്ടി മറ്റുള്ളവർ പണിയെടുക്കുന്നത് കാണാൻ ഒരു വല്ലാത്ത ഫീലാണല്ലോ അല്ലേ. അതിനിടയിൽ നമ്മളെ കുട്ടികൾ പാടത്തുനിന്ന് വന്നിട്ടുണ്ട് കേട്ടോ, ഒരു കണ്ണനെയും പിടിച്ചിട്ട്. അപ്പോഴേക്കും മേമൻ്റെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അത് ക്ലീൻ ചെയ്ത് കുക്കറിൽ വെച്ചിട്ടോ. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കുന്നുണ്ട്. ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. അതിനിടയിൽ നമ്മളെ കുട്ടികളൊക്കെ അകത്ത് കയറിയിട്ടുണ്ട്. ഈ ഫിഷ് റോഡ് റെഡിയാക്കുന്ന തിരക്കിലാണ്. അതിൽ കൊക്കയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോഴേക്കും നമ്മളെ മേമ കപ്പയൊക്കെ കട്ട് ചെയ്ത് ക്ലീനാക്കി കുക്കറിൽ ഇടുന്നുണ്ട്. ഇതുകൂടെ ഇട്ടിട്ട് നമുക്ക് കുക്കർ ക്ലോസ് ചെയ്യാം കേട്ടോ. അതിനിടയിൽ നമ്മൾ ഷാമോളെ പാത്തുവിനെ ഒരുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. മുടിയൊക്കെ നന്നായി ചീകി കെട്ടി കൊടുത്തിട്ടുണ്ട്, കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ കവിളിലൊക്കെ ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ മേമേൻ്റെ ഉണ്ടാക്കിയ ലിപ് ബാമാണ് കേട്ടോ, ബീട്രൂട്ട് വെച്ചിട്ട്. പിന്നെ നമ്മളെ താളും കൂട്ടാനും വേണ്ട അരപ്പ് റെഡിയാക്കുകയാണ് മേമ. തേങ്ങയും പച്ചമുളകും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയൊക്കെ വെച്ചിട്ട് അരച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 വിസിൽ വരാൻ കാത്തിരിക്കാം. ആ 2 വിസിൽ വരുന്നതിന് ശേഷം കുക്കർ തുറന്ന് ഈ കപ്പയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണേ. മഞ്ഞൾപ്പൊടി ഇത്തിരി കുറവായതുകൊണ്ട് തന്നെ മേമ വീണ്ടും കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളത് ഓഫാക്കുക. അപ്പോൾ നമ്മൾ താളും കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഉപ്പാക്ക് പെട്ടെന്നൊരു ആഗ്രഹം തോന്നിയതാ. ഈ കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളത് സാധിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ പിന്നെ നേരെ മേമയുടെ അടുത്ത് വെച്ച് പിടിച്ചു. മേമക്ക് പണി കൊടുത്തൊരു ചെറിയ സന്തോഷം എനിക്കുണ്ടായിരുന്നു. അപ്പം ശരി.